അദബും അറിവും തമ്മിൽ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ അറിവിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് അദബ് തന്നെയാണ്, മര്യാദ തന്നെയാണ്. ആധുനിക കാലഘട്ടത്തിൽ ക്ലാസ് മുറികളിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അദബ്, മര്യാദ എന്നുള്ളത്. ഒരാളുടെ വിജ്ഞാനത്തിൻ്റെ പരിപൂർണമായ പ്രതിഫലനവും ലഭിക്കണമെങ്കിൽ അദബ് കൂടിയേ തീരും. ഗുരുത്വം പൊരുത്തം എന്നത് ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. മാലാഖമാരുടെ ഗുരുനാഥനായിട്ടും ഇബ്ലീസ് ലഅനത്തിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ഇബ്ലീസിന് അറിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ആജ്ഞയെ ധിക്കരിച്ച് മലക്കുകൾക്ക് സുജൂദ് ചെയ്യുന്നതിൽ നിന്നും മാറി നിന്ന കാരണം. നാം ഈ കാര്യം വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കുകയും ഗുരുനാഥന്മാർക്കും മാതാപിതാക്കളോടുമുള്ള ഗുരുത്വ പൊരുത്ത ബഹുമാനങ്ങൾ അത് മക്കളിൽ സന്നിവേശിപ്പിക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ സ്വഭാവങ്ങളായിട്ട് മാറുന്നത്. ശീലം നന്നായി കഴിഞ്ഞാൽ സ്വഭാവം നന്നാകുന്നു. ശീലം മോശമാകുമ്പോഴാണ് നമ്മുടെ സ്വഭാവങ്ങൾ മോശമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വഭാവം, ശീലങ്ങൾ എല്ലാം നന്നാക്കി നല്ല രീതിയിൽ ഇരുലോകത്തും വിജയിക്കുന്നവർ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.